ഓക്കെ, ഇന്നത്തെ വേർഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് നൂറുമേനി എന്നുള്ളതാണ്. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും തെറ്റായി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് നൂറുമേനി എന്ന് പറയുന്നത്. എന്നാൽ ചിലർക്കെങ്കിലും അത് ശരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വളരെയധികം ആൾക്കാർ തെറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ നൂറുമേനി എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, പറ എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ചിട്ടാണ് നമ്മൾ നെല്ല് അളക്കുന്നതെന്നറിയാം. അപ്പോൾ ഒരു പറ നെല്ലിന് നമുക്ക് 100 പറ കൊയ്ത് കിട്ടുമ്പോഴത്തേന് അതിന് 100 മേനി എന്ന് പറയാം. ചിലയിടത്ത് ഇങ്ങനെ ഗൂഗിളിൽ പലയിടത്തൊക്കെ ഞാൻ സെർച്ച് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയാം, എങ്കിലും അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേന് ചിലയിടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു നെല്ലിൽ, ഒരു നെൽക്കതിരിൽ എത്ര അരിമണികളുണ്ടെന്ന് എണ്ണി നോക്കി അത് വെച്ചിട്ടും പറയുന്നു. അതായത് 60 അരിമണികളാണെങ്കിൽ അതിന് 60 മേനിയെന്നും, 80 അരിമണികളാണെങ്കിൽ 80 മേനിയെന്നും, 100-100ൽ കൂടുതലുണ്ടെങ്കിൽ അതിന് 100 മേനിയും എന്ന് പറയുന്നെന്ന് ഉള്ള ഇത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഞാനിങ്ങനെ കണ്ടു. എനിക്കറിയില്ല അത് ശരിയാണോ എന്നുള്ളത്, ഞാനത് കേട്ടിട്ടില്ല. എൻ്റെ ഒരു അറിവിൽ ഒരു പറയ്ക്ക് നമുക്ക് തിരിച്ചു കിട്ടുന്നത് 100 പറ നെല്ലാണെങ്കിൽ അതിന് 100 മേനി എന്ന് പറയാം. ഈ കാലഘട്ടങ്ങളിൽ ഇത് തെറ്റായി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞില്ല. ചില സ്ഥലത്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 100 മേനി വിജയം എന്ന്. അത് വളരെ തീർത്തും തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണ്. നെല്ലിന് വേണ്ടി മാത്രമേ നമ്മളിത് ഉപയോഗിക്കത്തുള്ളൂ 100 മേനി എന്നുള്ളത്. 100% എന്നുള്ളത് പറഞ്ഞാൽ 100% എന്ന് തന്നെ പറയണം. 100% വിജയം എന്ന് തന്നെ പറയണം. 100 മേനി വിജയം എന്നല്ല പറയേണ്ടത്. അപ്പോൾ അടുത്ത തവണ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, അല്ലെ അടുത്ത തവണ ഇത് കാണുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിൽ ഓർമ്മ വരുമല്ലോ. അപ്പോൾ നാളത്തെ വേർഡ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ മുരടനക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, മുരടനക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുന്നതിനാണ് മുരടനക്കുക എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള പദത്തിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? അറിയാമെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ കുറിക്കുക, ഇല്ലെങ്കിൽ നാളെ നോക്കാം.